കാലം നിങ്ങളുടെ മധ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പാട്ടിന് രണ്ടടി പാടിയിട്ട് ചില കാര്യങ്ങൾ ദൈവം എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ ആലോചന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. ഓ കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപ ഒന്നു മാത്രം യേശുവേ. Praise the Lord. Hallelujah. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ മധ്യമായിരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപയാൽ ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പാട്ട് രണ്ടടിയാൻ പാടിയത്. സ്തോത്രം. ഞാൻ ഒരിക്കലും ഈ ദേശത്ത് ഇങ്ങനെ പ്രകാരം കടന്നു വരുമെന്നോ അല്ല ഇവിടെ വന്നൊരു സാക്ഷിയായി നിൽക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ച വ്യക്തിയല്ല. കഴിഞ്ഞ 35 വർഷമായി നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കർത്താവിന്റെ പേരിൽ ഞാൻ ആയിരിക്കാൻ കർത്താവിനെ നിയുക്തനാക്കി അവൻ എന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെയുള്ള യോഗ്യതയോ നല്ല ഗുണങ്ങളോ ഒന്നും തന്നെയില്ല. പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്ന പ്രകാരം അവൻ എന്നെ ഹല്ലേലൂയ യോഗ്യത തന്നെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 35 വർഷക്കാലം നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കർത്താവിന്റെ പേരിൽ ഹല്ലേലൂയ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി. ഇന്ന് ഈ സന്ധ്യാസമയം ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ശേഷദാസൻ കുടുംബം ഹല്ലേലൂയ ഈ സഭയിലായിരിക്കുന്ന എല്ലാ ആദിശേഷ ദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞാൻ hallelujah I bring greetings from India, hallelujah, especially from Northeast India. India, there's a place called Northeast India. So I have been serving the Lord for the last 29 years in Northeast India, a place called Assam. Hallelujah. So I bring greetings from India. Hallelujah. It is really indeed a joy for me to be here and to share God's word. Hallelujah. I really good to see some of our brothers from other country who are here and attending this worship. Hallelujah. Thank you. Hallelujah. May God bless you. Hallelujah. അല്ലെങ്കിൽ ഈ സന്ധ്യാസമയം ഇവിടെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് നമ്മെ അറിയുന്ന നമ്മെ കാണുന്ന ഹല്ലേലൂയ നാം അറിയാതെ നമ്മെ കാണുന്ന നമ്മെ അനുഭവിച്ചറിയുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുമ്പേ ഇവിടെ നടന്ന ആരാധനയിലൊക്കെ വളരെ ശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഈ പ്രകാരമൊക്കെ ആരാധിക്കുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊന്നും ആരാധിക്കാനോ ഒക്കത്തില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായാലും ഡിഫറെന്റ് ആണ്. ഹല്ലേലൂയ. ഇൻ ദ സിറ്റുവേഷൻ hallelujah though in this days we won't be able to worship like this, like you have been making a lot of noise and worshiping the Lord with all our enthusiasm and energy. Hallelujah. In North India we won't be able to do this like this because hallelujah North India these days a lot of anti-Christian elements are working against Christian and against people who are worshiping the Lord in spirit and truth. Hallelujah. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതിപ്രകാരം നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എസ്പെഷ്യലി ഞാൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് റീജിയൻ നമുക്ക് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു നോർത്ത് ഈസ്റ്റ് റീജിയൻ ഉണ്ട്. റീസെന്റ് ഫ്യൂ ഇയേഴ്സ് ബാക്ക് നമ്മളത് ക്രിയേറ്റ് ചെയ്തതാണ്. കർത്താവിന്റെ ശേഷദാസൻ ഡാനിയൽ വില്യം അബുദാബിയിലുള്ള കർത്താവിന്റെ ശേഷദാസനാണ് ഈ റീജിയന്റെ പ്രസിഡന്റ്. അപ്പോൾ തന്നെ എന്റെ ഒരു ഫ്രണ്ട് ആയിരിക്കുന്ന കർത്താവിന്റെ ശേഷദാസനാണ് അവിടെ കോർഡിനേറ്ററായി ഇരിക്കുന്നത്. നോർത്ത് ഈസ്റ്റിൽ നമുക്ക് 60 സഭയുണ്ട്.
ദേവദാസന്മാർ നമ്മോട് ചേർന്ന് എസ്പെഷ്യലി ത്രിപുര, മേഘാലയ, മിസോറാം, ആസാം, ബംഗാൾ, വെസ്റ്റ് ബംഗാൾ എന്നിവിടെയുള്ള രാജ്യങ്ങളിലെ സ്റ്റേറ്റുകളിലുള്ള ദേവദാസന്മാർ ഒരുമിച്ച് ഈ ദിവസങ്ങളായി ആസാമിൽ ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ആസാമിന്റെ മിനിസ്ട്രിയോട് പ്രാർത്ഥിക്കണം. ഞാൻ ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ആസാമിലാണ്. ആസാം ബൊങ്കേഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ബൊങ്കേഗാവ് ആസാമിലേക്ക് തീവ്രവാദിയുടെ ഒത്തിരി പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളായിരുന്നു. ഞാൻ 96-ലാണ് ആസാമിൽ കടന്നു പോകുന്നത്. ഞാൻ ചെറിയ ഒരു ചർച്ചിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് സന്ധ്യാസമയം ദൈവം തന്നിട്ട് ചെറിയൊരു ആലോചന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആസാമിൽ ഞാൻ ബൊങ്കേഗാവ് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുന്നത്. ബൊങ്കേഗാവ് എന്ന് പറയുന്നത് ബോഡോ. ആസാമിൽ 18 ട്രൈബ്സ് ഉണ്ട്. ആസാം എന്ന ആ ദേശത്ത് 18 ട്രൈബ്സ് ഉണ്ട്. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് ബോഡോലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബോഡോസ്, എമംഗ് ദ ബോഡോസ്. Hallelujah. Bodo is a tribe in Assam. Hallelujah. One of the major tribes ആണ് ആസാമിലെ. അവരുടെ ഇടയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം. ആസാമിൽ ബോഡോ തീവ്രവാദികളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അവരുടെ മധ്യയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഞാൻ 96-ൽ ആസാമിൽ കടന്നു പോകുമ്പോൾ ആസാമിലെ സിറ്റുവേഷൻ ഇറ്റ് വാസ് നോട്ട് എ പീസ്ഫുൾ സിറ്റുവേഷൻ ലൈക്ക് ഡ്യൂറിംഗ് ദിസ് ടൈം. ഈ സമയത്ത് അവിടെ ഇച്ചിരി പീസ്ഫുൾ സിറ്റുവേഷൻ ആണ്. ബട്ട് ഞാൻ അവിടെ ചെന്ന സമയത്ത് ഇറ്റ് വാസ് ഡിഫറെന്റ് സിനാരിയോ. അവിടെ എപ്പോഴും ആസാമിലുള്ള ഉൾഫാൽ തീവ്രവാദി, ഓരോ ട്രൈബ്സിലുള്ള തീവ്രവാദികളൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഒക്കെ അവിടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. പലപ്പോഴും ബോംബ് പൊട്ടിക്കുക, പലപ്പോഴും ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുക, പലപ്പോഴും ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് പൈസ ഡിമാൻഡ് ചെയ്യുക. അങ്ങനെയുള്ള ഒത്തിരി പ്രതിസന്ധി കൂടെ ഞങ്ങൾ അവിടെ ആയിരിക്കാനിടയായത്. ഇന്നും ഞാൻ ആ പ്രദേശത്തായിരിക്കുന്നത് വലിയ പ്രതിസന്ധികളുണ്ട്. ഇന്നും അവിടെ അവിടെ പ്രവർത്തിക്കുമ്പോൾ ആസാമിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് BJP ഗവൺമെന്റ് ആണ്. പ്രാർത്ഥിക്കണം. പലപ്പോഴും അവർ ക്രിസ്ത്യൻസിന്റെ പ്രവർത്തനത്തിനെതിരായിട്ട് ഒത്തിരി ഇഷ്യൂസ് ഒക്കെ ഈ ദിവസങ്ങളായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു അവിടെ ഒരു രോഗിക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ആസാമിൽ അപ്രകാരം ഒരു നിയമം റീസെന്റ് ഉണ്ടായി. റീസെന്റ് അവിടുത്തെ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയത് ആരെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ദേവദാസന്മാരെ പ്രാർത്ഥിച്ച് ഒരു രോഗി സൗഖ്യം പ്രാപിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന പാസ്റ്ററെ ജയിലിടുക. അങ്ങനെയൊക്കെ ഒരു നിയമം റീസെന്റ് ആസാമില് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. നമ്മളൊന്നും ചെയ്തിട്ടല്ല രോഗി സൗഖ്യമാക്കുന്നത് ദൈവത്തിന് വലിയ സ്ഥാനം പരിശുദ്ധാത്മാവാണ്. അതും വളരെ രാജ്യദ്രോഹം എന്ന നിലയിലൊക്കെ വളരെ കുറ്റങ്ങൾ ചാർത്തി ആൾക്കാരെ ഇവിടെ ജയിലിടുകയാണ് ഈ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോട്ട് ദി ഓർത്ത് എസ്പെഷ്യലി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. ഈ അന്യദേശത്ത് ഈ ദേശത്ത് കടന്നു നമുക്ക് ഇപ്രകാരം അല്പനേരം ഇവിടെ കടന്ന് ആരാധിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് നിയമാനുസൃതമായ സ്വാതന്ത്ര്യമുണ്ട്. We have freedom to propagate the gospel or exercise our faith. But ആ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, പ്ലീസ് ഞങ്ങളുടെ മിനിസ്ട്രിയോട് പ്രാർത്ഥിക്കണമേ. ഞാൻ ആസാമിലായിരിക്കുന്നത് വളരെ പ്രതിസന്ധിയുടെ മധ്യയിലാണ് ഈ ദിവസങ്ങളായിട്ട് ആയിരിക്കുന്നത്. ഞാൻ അവിടെ പ്രവർത്തിക്കുന്നവരുടെ മധ്യയിൽ ബംഗാളീസ്, ബീഹാറീസ്, അവിടുത്തെ ബോഡോ ട്രൈബ്സിൽപ്പെട്ട ആൾക്കാർ, ആദിവാസിപ്പെട്ട ആൾക്കാർ, അങ്ങനെയുള്ള അവരുടെ മധ്യയിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഞാൻ വളരെ റെയർ കേസിലാണ് ഞാൻ മലയാളത്തിലേക്ക് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ തന്നെ ഞാൻ മലയാളി എന്ന നിലയ്ക്ക് മലയാളത്തിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ സൗഭാഗ്യമായിട്ട് എൻ്റെ പദവിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേശത്ത് കടന്നു വരുന്നത്. എനിക്ക് എൻ്റെ കുടുംബമുണ്ട്. എൻ്റെ വൈഫ് ആസാമിലായിരിക്കുന്നു. അപ്പോൾ തന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. മോനാണെങ്കിൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് അബുദാബിയിൽ കടന്നു വരുവാനിടയായി. അവന് ആദ്യം ഒരു ജോലി കിട്ടിയാൽ അത് ഏതോ ചില ഇഷ്യൂസ് ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു. എങ്കിൽ തന്നെ കർത്താവ് പുതിയൊരു ജോലി നൽകിയിട്ടുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങൾ. മൂത്ത മോനാണ്. മോള് ഫാർമി എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ അപ്പോളയിൽ വർക്ക് ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് സഹായിക്കുമെനിക്കും ചെയ്യുമാറാകട്ടെ. ഞാൻ എന്റെ വചനം ഈ ദിവസങ്ങളായി എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആലോചനകളോട് ഷെയർ ചെയ്യുമ്പോൾ എന്റെ ചില അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Let us stand on our Bible, 1 Peter chapter 5 verse 10. First book of yeah. Praise the Lord. Hallelujah. If somebody can read in English also, that would be great. 1 Peter chapter 5 verse 10. Yeah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഈ വചനം നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. Hallelujah.
പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഇതിന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, ഇൻ ദ ബിഗിനിങ് ഓഫ് ദി ഇൻട്രൊഡക്ഷൻ അതിൽ പത്രോസ് ഇവിടെ എഴുതുമാണ് ഹല്ലേലൂയ, ക്രിസ്തുയേശുവിനെ അത് വായിച്ചാലോ ഇതിന്റെ ഒന്നാം യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് യെസ് ഇവിടെ താൻ എഴുതുന്നത് തന്നെ ഹല്ലേലൂയ പല സ്ഥലങ്ങളിൽ ഇവിടെ പല പേരുകൾ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഈ സ്ഥലത്തൊക്കെയും ചിതറിപ്പാർക്കുന്ന പരദേശികളായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി എഴുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചിതറിപ്പോകുന്നതിന്റെ കാര്യം ഒരു സ്ഥലത്ത് അവർക്ക് വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അന്നത്തെ വിശ്വാസികൾ ചിതറി പല സ്ഥലങ്ങളിൽ കടന്നുപോയിരിക്കുന്ന ആ വിശ്വാസികൾക്ക് താൻ ഈ ലേഖനം എഴുതി അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ കഷ്ടതയെ അവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനമാണ്. അതിന്റെ 4ാമത്തെ അധ്യായം വായിക്കുമ്പോൾ when we read in chapter 4 we understand he is explaining about the suffering and the crisis Christian as a Christian you go through in your life. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഇവിടെ വായിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. 4ാം അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻസ് ഫേസ് ചെയ്യുന്നതായ ക്രൈസിസും ട്രിബുലേഷൻസിനെ കുറിച്ചും അവിടെ വായിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എസ്പെഷ്യലി 2 വിധത്തിലാണ് ഹല്ലേലൂയ. ഒന്ന്, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ ആയിരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും ഹല്ലേലൂയ നമുക്ക് കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിന്റെ നാമനിമിത്തവും അനേക കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. യേശുവിന്റെ നാമം അല്ലെങ്കിൽ യേശുവിന്റെ വചന നിമിത്തം യേശുവിന്റെ വേല ചെയ്യുന്നവർക്കും അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളതായിട്ട് നമുക്ക് അറിയുവാൻ കഴിയും. ഹല്ലേലൂയ. തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് തിരുവചനത്തിന്റെ പല ഭാഗങ്ങളിലും യേശു കർത്താവിന്റെ നാമനിമിത്തം അനേക കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ 5ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പ്രകാരം പറയുകയാണ്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ഇവിടെ അതുകൊണ്ട് നമ്മുടെ കഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവപര്യന്തമുള്ള ഒരു കഷ്ടമല്ല. നമ്മുടെ കഷ്ടം എന്ന് പറയുന്നത് അല്പകാലത്തേക്കുള്ള കഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ ലേഖനത്തിന്റെ ആദ്യത്തെ തന്നെ പറയുന്നത് പരദേശികളായി ചിതറിപ്പാർക്കുന്നവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. നാം ഓരോരുത്തർക്കും ഈ ലോകത്ത് we are not permanent residents here. Hallelujah. നമ്മൾ ഇവിടെ ടെമ്പററി റെസിഡൻസ് ആണ്. ഹല്ലേലൂയ. നമുക്കൊരു നിത്യവാസമുണ്ട്. ഹല്ലേലൂയ. അതിനായി നമ്മെ ഒരുക്കുവാനായിട്ടാണ് ഈ പരീക്ഷകളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ കഷ്ടത നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടാണ്. ഈ കഷ്ടത വരുമ്പോൾ നമ്മൾ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയിൽ കൂടെ നമ്മിൽ ചില കാര്യങ്ങൾ ഉളവാകുന്നതായിട്ട് ഇവിടെ കാണുവാൻ കഴിയുന്നു. എന്റെ വിശ്വാസ ജീവിതത്തിലും കർത്താവിന്റെ പേരുടെ ബന്ധത്തിലും ആ സമയമായിരുന്ന സമയത്ത് ഏതാണ്ട് 2 പ്രാവശ്യം തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കേണ്ട വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് അവിടെ നിന്നൊക്കെ വെടിവെച്ചു. ഹല്ലേലൂയ. പലപ്പോഴും കഷ്ടത വരുമ്പോൾ നാം തളർന്നു പോകും. പലപ്പോഴും കഷ്ടത വരുമ്പോൾ നാം ബലഹീനരായി തീരും. എന്നാൽ ഈ വചനം പറയുകയാണ്, അല്പനേരത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ഹല്ലേലൂയ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ നമ്മെ എന്ത് ചെയ്യും? ഹല്ലേലൂയ ഉറപ്പിച്ച് ശക്തീകരിക്കും. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളിൽ ഹല്ലേലൂയ നമ്മെ ശക്തീകരിച്ച് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. The God who called you for his eternal glory will restore you, will strengthen you, will give you hallelujah, he will be with you in your life. Hallelujah. When you have troubles and tribulations, when you go through a suffering in your life, hallelujah, you will not be alone. Hallelujah. You will not be alone in this world. Hallelujah. There is a God who will be always with you and will strengthen you. Hallelujah. അതാണ് ഇവിടെ പറയുന്നത്. നാം അല്പകാലത്തേക്ക് നമുക്കുള്ള ഈ കഷ്ടത്തിൽ ഹല്ലേലൂയ നാം മടുത്തു പോകരുത്, നാം ക്ഷീണിച്ചു പോകരുത്. അതാണ് ബുക്ക് ഓഫ് ജെയിംസ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ കൊള്ളാവുന്നവനായി
നായകത്തിന് ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടമുണ്ട്. ഹല്ലേലൂയ. പരീക്ഷകൾ വരുമ്പോൾ പരീക്ഷകളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ തളർന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, പരീക്ഷ വരുമ്പോൾ എത്രമാത്രം ടെൻഷനും അവർക്കുള്ള പ്രയാസങ്ങൾ അവരോട് ചോദിച്ചാൽ മനസ്സിലാകും. ഹല്ലേലൂയ. പരീക്ഷ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. സ്തോത്രം. സോ ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ കൂടെ കടന്നു പോകുമ്പോൾ when you go through tribulations and temptations and trials in your life, remember that there is a crown that is set before us. Hallelujah. Hallelujah. കർത്താവ് നമ്മെ തന്റെ അനുഗ്രഹത്തിന്റെ കിരീടം നമുക്ക് നൽകിയും നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നത് കൊണ്ട് അല്പകാലത്തേക്കുള്ള നമ്മുടെ കഷ്ടത്തെ നമ്മൾ ലജ്ജിച്ചു പോകരുത്. പൗലോസ് പറയുകയാണ്, അല്പനേരത്തേക്ക് നമുക്കുള്ള ഈ കഷ്ടതയെ നാം തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് അപ്രകാരം പറഞ്ഞ് അവരെ ബലപ്പെടുത്തുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലമെന്നേക്കും അവനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ്. നമ്മുടെ അല്ലെങ്കിൽ കഷ്ടതയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കഷ്ടതയിലേക്ക് ഞാൻ പലപ്പോഴും തളർന്നു പോയി. ഹല്ലേലൂയ. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് ഏതാണ്ട് 8 പ്രാവശ്യം സുവിശേഷ വിരോധികളാൽ എനിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നു. ആ സമയത്തൊക്കെ വളരെ ഡിസ്കറേജ് ആയിപ്പോയിട്ടുണ്ട്, വളരെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. കർത്താവേ, ഈ വേല നിർത്തി ഞാൻ തിരിച്ചു പോകുന്നൊക്കെ ഞാൻ ചിന്തിച്ച സമയം, ഞങ്ങളുടെ കൂടെ ചിന്തിച്ച സമയം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ദൈവസന്നെ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ അതിമടങ്ങളായി ഇരട്ടി ശക്തി പ്രാപിച്ചുകൊണ്ട് പിന്നെയും സന്തോഷത്തോടുകൂടെ ഈ കർത്താവിന്റെ വേലയിൽ ഇന്നായിരിക്കുന്നത് ആ ശക്തീകരിച്ച ദൈവത്തിന്റെ ശക്തി മൂലമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ശക്തീകരിക്കും. ഹല്ലേലൂയ. നമ്മുടെ നിലയിൽ നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എന്നാൽ ഹല്ലേലൂയ ഞാൻ ലോകത്തെ ജയിച്ച ദൈവമാണ്. ഹല്ലേലൂയ. ഇത് നാം ആയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ നമ്മെ വിളിച്ചത് കൊണ്ടോ, ഒരു മനുഷ്യന്റെ വിളി കേട്ടത് കൊണ്ടോ, ഒരു മനുഷ്യൻ പറഞ്ഞത് കൊണ്ടൊന്നും അല്ല നമ്മൾ ഇവിടെ ഇറങ്ങി വന്ന ഈ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഈ സത്യദൈവത്തെ ആരാധിക്കുന്നത്, അതിനൊരു കാരണമുണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ചെയ്ത എത്രയോ നല്ല കാര്യങ്ങൾ, നമ്മുടെ ബലഹീനതയെ നമ്മെ ബലപ്പെടുത്തിയ ഓരോന്നോരോന്നായി നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ദൈവത്തെ ആരാധിക്കുവാൻ ആരാധിക്കാതെ പോകുവാൻ കഴിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നമുക്ക് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ കഷ്ടതയ്ക്കും പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഒരു പ്രതിഫലവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്കൊരു പ്രതിഫലമുണ്ട്. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നതുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും ദൈവമക്കളെ നമ്മെ ശക്തീകരിക്കും, നമ്മെ ഉറപ്പിക്കും, നമ്മെ ബലപ്പെടുത്തുന്ന ആ ദൈവത്തെ ദിവസങ്ങളെ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വരികയില്ല. ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം. Book of John, Gospel of John, chapter 9, verse 1 and 2. Yeah. ഇവിടെ ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ. somebody can read in English also, that would be great. And he passed by this way, a man blind from birth. Yeah. And his disciples asked him, Rabbi, who sinned, this man or his parents, that he was born blind? Jesus answered, it was not that this man sinned or his parents, but that the works of God might be displayed in him. Amen. Hallelujah. So that the work of God should be made manifested in him. Hallelujah. അതാണ് അവിടെ പറയുന്നത്. Praise the Lord. Hallelujah. ഇവിടെ ഈ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു വ്യക്തിയെ കണ്ട് ഹല്ലേലൂയ ശിഷ്യന്മാർ അവരോട് ചോദിക്കുന്ന കാര്യമാണ്. ശിഷ്യന്മാർ അതിനോട് ചോദിക്കാൻ ചില കാരണങ്ങളുമുണ്ട്. അവർക്ക് യഹൂദി നിയമപ്രകാരം അല്ലെങ്കിൽ മോശയുടെ നിയമപ്രകാരം അമ്മയപ്പന്മാർ അഥവാ ആ ദൈവിക കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ ആ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അവരുടെ നിന്നയായിട്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ ജനറേഷൻ മേൽ വരുവാനിടയായി തീരും. അങ്ങനെ ഒരു പ്രമാണം അവർക്കറിയാം. അങ്ങനെ ഒരു പ്രമാണം അറിയുന്നത് കൊണ്ടാണ് ഈ ശിഷ്യന്മാർ അവരോട് ചോദിച്ചത്, കർത്താവേ, ഈ
ഇവനെ ഇങ്ങനെ ആകാൻ ആരാണ് കാരണം? ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, നമ്മുടെ വീട്ടുകാർ തന്നെ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. റീസെന്റ് ഞാൻ ആസാമിൽ വരുന്ന സമയം ഞാൻ ഒരു കാര്യം കേൾക്കുവാനിടയായി. ആസാമിൽ അവിടുത്തെ ലോക്കൽ ഒരു പാസ്റ്റർ ചർച്ചിൽ ഒരു സഹോദരി പോകുമായിരുന്നു. ആരാധനയ്ക്ക് പോകുമ്പോൾ സഹോദരിക്ക് ഹല്ലേലൂയ ഒരു ശാരീരികമായ പ്രയാസം ഉണ്ടായപ്പോൾ പാസ്റ്റർ പറയുകയാണ്, നീ ഇത് പാപം ചെയ്തുകൊണ്ട്, നിന്റെ പാപം ചെയ്ത് നീ ഏത് പാപം ചെയ്തുകൊണ്ട് എനിക്ക് അസുഖം വന്നെന്ന് പറയുവാനിടയായി. ആ സഹോദരി അന്ന് ഒരു ചർച്ചിൽ പോകാതിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി. ചില കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി പ്രകാരം മനുഷ്യന്റെ പ്രമാണവും മാനുഷിക ചിന്തയും കൂടെ പറയും, ഇത് നിന്റെ കുറ്റമാണ് നിനക്ക് വന്നത് എന്ന് പറയുവാനിടയായി. എന്നാൽ അതിൽ കൂടെ ഇവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവനിൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി അവങ്കൽ ദൈവപ്രവൃത്തി അവന്റെ മേൽ ഹല്ലേലൂയ വെളിവാകേണ്ടതിനത്രേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രയാസങ്ങളുടെ മധ്യയിലും ഹല്ലേലൂയ ദൈവമക്കളെ ഒരു കാര്യം എനിക്ക് പറയുവാൻ കഴിയും, ഞാൻ അത് അനുഭവിച്ചറിയ വ്യക്തിയാണ്. ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടാനാണ്. ഹല്ലേലൂയ. യഥാർത്ഥമായി സത്യദൈവത്തിന് വേണ്ടി ആരാധിക്കുന്ന നിലനിൽക്കുന്ന സത്യദൈവത്തെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ ഹല്ലേലൂയ അതിനൊരു കാരണമുണ്ട്, അതിനൊരു പ്രതിഫലമുണ്ട്. അതെന്ന് പറയുന്നത് ദൈവപ്രവൃത്തി നമ്മുടെ മേൽ ഹല്ലേലൂയ നിറവേറുവാനായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം അടുത്തു പോകരുത്. പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഓഫീസിലായിട്ട് 29 വർഷമായി. ഞാൻ ത്രിപുര എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമരവേലയിലായിരിക്കുമ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഉഗ്രവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ പ്രശ്നത്താല് ഒരു ആർമിയുടെ വന്നിട്ട് ഞങ്ങളുടെ വീട് മൊത്തം പരിശോധന ശേഷം ഞങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഞങ്ങൾ അറിയാതെ ഞങ്ങളന്ന് 2003 സംഭവിക്കുന്നത്. ഞാൻ ത്രിപുരയിലായിരുന്ന സമയത്ത് അവിടെ ചെന്നതിന് ശേഷമാണ് ഈ തീവ്രവാദികളുടെ പ്രശ്നങ്ങളൊക്കെ കൂടുതലേക്ക് അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഈ ഗണ്ണിന്റെ അതായത് തോക്കിന്റെ വെടിവെക്കുന്ന സൗണ്ടൊക്കെ അവിടെ നിന്നിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് 2003 ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ഈ ഉഗ്രവാദികളെ എല്ലാവരെയും ഞങ്ങൾക്ക് അറിയാതെ തന്നെ ഞങ്ങൾ അവരുടെ ട്രൈബ്സിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും അവർ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾക്ക് അവർക്കും അറിയാം ഞങ്ങൾ അവരുടെ ട്രൈബ്സിൻ്റെതായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളെ അവർ പലപ്പോഴും ഞങ്ങളോട് പറയുന്ന നല്ല കാര്യം നിങ്ങൾ പ്രവർത്തിക്കാനൊക്കെ പറയാറുണ്ടായി. ഒരു ദിവസം 2003 ഒരു ദിവസം വൈകിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഞാനും ഞങ്ങളുടെ വൈഫും 2 കുഞ്ഞുങ്ങളെ പോലെ ചെറുതാണ്. മോനെ 2 വയസ്സ്, മോക്ക് 1 വയസ്സായില്ല. അങ്ങനെ ആദ്യം വിചാരിക്കുന്ന സമയത്ത് അവിടെ ആയിരിക്കുന്ന സമയത്ത് മോൻ 3 വയസ്സുണ്ടായിരുന്നു. മോക്ക് 1 വയസ്സ് പോലും ആയില്ല. ആ സമയത്ത് ഏതാണ്ട് 8 മാസം ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ വൈകിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു വലിയ ഗണ്ണിന്റെ അതായത് തോക്കിന്റെ വെടിവെക്കുന്ന സൗണ്ട് കേട്ടു. ഈ സൗണ്ട് കേട്ടതിന് ശേഷം 2-3 സെക്കൻഡിനകം ഈ പോലീസുകാർ ആർമി വന്നിട്ട് ഞങ്ങളുടെ വീട് വളയുവാനിടയായി. ഞങ്ങളുടെ വീടിന് ചുറ്റും പോലീസുകാർ വന്നിട്ട് ഉടനെ ഞാൻ വെളിയിൽ ഇറങ്ങിയ സമയത്ത് ഒരു പോലീസുകാരൻ ഒരു ആർമി വന്നിട്ട് എന്റെ കഴുത്തിന് കണ്ണു വെച്ചിട്ട് പറഞ്ഞു, തോക്ക് വെച്ചിട്ട് പറഞ്ഞു, നിന്നെ ഇപ്പൊ വെടിവെച്ച് കൊല്ലും. അല്ലെങ്കിൽ നിന്റെ വീട്ടിലെ നീ ഇവിടെ ഇവിടുത്തെ തീവ്രവാദികളുടെ കൂടെ നീ പ്രവർത്തിക്കുന്നതുകൊണ്ട് നീ ആയിരിക്കുന്നുണ്ട്, നിന്നെ ഞങ്ങൾ ഇപ്പൊ വെടിവെച്ച് കൊല്ലുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ വളരെ എന്ത് സംഭവിക്കും, എന്താ പറയേണ്ടത്? തോക്കിന്റെ മുമ്പിൽ ഒരു വെടിയുണ്ടയുടെ മുമ്പിൽ നാം എന്ത് പറയാനാ? ഞാൻ ആകെ നിശ്ചലമായി നിൽക്കുവാനിടയായി. ആ സമയത്ത് എന്റെ മനസ്സിൽ കൂടെ എന്ത് പറയാനിടയായി? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു സുവിശേഷ വേലയ്ക്ക് ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനം പല കാര്യം ചെയ്യാനായിട്ട് വന്നതാണ്. എനിക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല, ഇവരെ എനിക്ക് അറിയത്തുമില്ല. എന്നാൽ നിന്റെ റൂം ഞങ്ങൾക്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ റൂം വന്നിട്ട് ഞങ്ങൾക്ക് 1-2 ചെറിയ റൂമുകളെ ഉണ്ടായിരുന്നു. ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടാണ്. അവിടെ വില്ലേജ് താമസിക്കുമ്പോൾ അവിടെ റൂമിനകത്തേക്ക് കയറി വരുവാനിടയായി. റൂമിനകത്ത് കയറി വരുമ്പോൾ കറണ്ട് അവിടെ വന്ന് ഇലക്ട്രിസിറ്റി അങ്ങ് പോയി. വില്ലേജ് അല്ലേ, കേരളത്തിലേക്ക് ഇവിടെ കറണ്ട് പോകുന്നില്ലല്ലോ. അവിടേക്കാണെങ്കിൽ വില്ലേജിലേക്ക് കറണ്ട് എപ്പോഴെപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ആ സമയത്ത് അവിടെ ടോർച്ചുമായിട്ട് കടന്നു വന്നിട്ട് ഞങ്ങളുടെ റൂം പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് കടന്നു വന്നപ്പോൾ ആ ബെഡിന് അടിയിൽ ആരോ ഒരുത്തനുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്റെ വൈഫിനോട് പറഞ്ഞു, ആർമി ഓഫീസർ പറഞ്ഞു, ഈ ഡ്രങ്ക് ബോക്സ് കൊണ്ട് മാറ്റാൻ പറഞ്ഞു. വൈഫ് കുടുങ്ങിയ ബോക്സ് മാറ്റുന്ന വഴിയിൽ ഒരു വ്യക്തി അതിന്റെ അടിയിലിരിക്കുകയായിരുന്നു. ഈ കണ്ട മാത്രയില് പോലീസ് അപ്പളി വെടി വെച്ചു. ഏതാണ്ട് 40 റൗണ്ട് വെടി അവന്റെ മേലിൽ വെക്കുവാനിടയായി. ഞങ്ങളുടെ ബെഡ്റൂമിലാണ് സംഭവിക്കുന്നത്, ഞങ്ങളുടെ മുൻപിലാണ് സംഭവിക്കുന്നത്. പലപ്പോഴും ഈ അണ്ടർഗ്രൗണ്ടിനെയൊക്കെ ഞങ്ങൾ കാണുമ്പോൾ അവർ കയ്യിൽ എപ്പോഴും കണ്ടു കാണും. അവർ കണ്ണ് എപ്പോഴും കൊണ്ടുനടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അഥവാ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ക്രോസ് ഫയറിംഗ് ഉണ്ടാകുവാനിടയായി. ഈ ക്രോസ് ഫയറിംഗ് ഉണ്ടാകുവാണെങ്കിൽ ആദ്യം എന്റെ വായിക്കും മരിക്കും, എന്റെ കുഞ്ഞുങ്ങൾ മരിക്കും, ഞാനും ഇവിടെ മരിക്കും. ഞങ്ങൾ അന്ന് മരിക്കേണ്ടവരാണ്. Praise the Lord. Hallelujah. എന്നാൽ ദൈവം അത്ഭുതകരമായി അവിടെ ഞങ്ങളെ വെടിവെച്ചു. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും
നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. നമ്മളിൽ ഓരോരുത്തരും പല നിലയിലും നമുക്ക് വരുന്ന കഷ്ടതയും പ്രയാസങ്ങളും പല നിലയിലാണ്. ഞങ്ങൾക്ക് വരുന്നതല്ല നിങ്ങൾക്ക് വരുന്നത്. ഒരു വ്യക്തിപരമായ ഡിഫറൻറ്റ് ആയിരിക്കും. എങ്കിൽ തന്നെ ഇതിന്റെ മധ്യമൊക്കെയും ഇവിടെ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതില്ല. ഈ ദിവസങ്ങളായി ഏതെങ്കിലും പ്രയാസങ്ങളുടെ മധ്യേ, പ്രതികൂലത്തിന്റെ മധ്യേ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യേ ഈ ദിവസങ്ങളായി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഈ ദിവസങ്ങളായി ദൈവത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളെ ഓരോ ദിവസങ്ങളും അവിടെ അങ്ങനെ ഞങ്ങളുടെ ഓരോ ദിവസമുള്ള ശുശ്രൂഷയിൽ ദൈവപ്രവൃത്തി ഞങ്ങൾ കാണുവാനിടയായി. ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവർത്തനം മാത്രമാണ്. ദൈവം ഞങ്ങളെ അവിടുന്ന് വിടിവെച്ചത് കൊണ്ടാണ്, ദൈവത്തിന്റെ ചില പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ അത് കടന്നു വരുവാനിടയായത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരു 2 വാക്യങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. നമുക്കെല്ലാം വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. Romans chapter 5:3. Praise the Lord. Hallelujah. ഇവിടെ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പ്രകാരം പറയുകയാണ്. നിങ്ങൾ വായിച്ചാട്ടെ. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. Praise the Lord. Hallelujah. നമുക്ക് കഷ്ടത വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ദൈവം പഠിപ്പിക്കും. പൗലോസ് ഈ സന്ദേശം റോമയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അവരെ ബലപ്പെടുത്തുമ്പോൾ, അവരെ ശക്തീകരിക്കും. അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. കഷ്ടത സഹിക്കുവാനുള്ള കഴിവ്, കഷ്ടത വരുമ്പോൾ അത് സഹിക്കുവാനുള്ള കഴിവൂടെ കർത്താവ് തരികയാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, സഹിഷ്ണുത, സിദ്ധ, നല്ല ശീലമുള്ളവരായി, നല്ല സ്വഭാവമുള്ളവരായി നമ്മെ തീർക്കുന്നു. Praise the Lord. Hallelujah. അത് മാത്രമല്ല, സിദ്ധത പ്രത്യാശയുള്ളവാക്കുന്നതാണ്. അതുകൊണ്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് പ്രത്യാശയുള്ളവരായി തീരണം. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ഒരു പ്രശംസിക്കുവാൻ, കർത്താവ് നമുക്ക് പ്രശംസിക്കുവാൻ വഴിയുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി ഹല്ലേലൂയ ദൈവമക്കളെ, നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് പ്രകാരം ഈ വചനങ്ങളെ നാം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ഹല്ലേലൂയ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ചില നല്ല ലെസൺസ് നമ്മെ പഠിപ്പിക്കുകയാണ്, ചില നല്ല സ്വഭാവ ഗുണമുള്ളവരായി നമ്മെ തീർക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, കഷ്ടത, suffering, perseverance, character will mold us into, give us a greater hope in our Christian life. Hallelujah. നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, അതുകൊണ്ടാണ് ഹല്ലേലൂയ കഷ്ടതയിൽ നാം ഹല്ലേലൂയ ദൈവത്തെ പ്രശംസിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വലിയ പ്രത്യാശയുള്ളവരായി തീരാം. നശ്വരമായ ലോകത്തിൽ ഈ മരുഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ ചില ലെസൺസ് നമ്മെ പഠിപ്പിക്കും. Praise the Lord. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് കർത്താവ് അപ്രകാരമാണ് ഈ ദിവസങ്ങളായി നിലനിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. ഈ നശ്വരമായ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളുടെ മേലും നമുക്ക് വിജയം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറഞ്ഞവരായി ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കഷ്ടതയിൽ നമുക്ക് പ്രത്യാശിക്കുവാൻ വകയുണ്ട്. കഷ്ടതയിൽ നാം ദൈവത്തെ നമുക്ക് ആശ്രയിക്കുവാനും പ്രത്യാശിക്കുവാനും വകയുണ്ട്. അത് നമുക്ക് വലിയൊരു പ്രത്യാശ നൽകുന്നതാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ റോമാലേഖനത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രകാരം ചില നല്ല ഗുണങ്ങളുള്ളവരായി നമ്മെ തീർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഷ്ടതയ്ക്ക് ഒരു വലിയ പ്രതിഫലമുണ്ട്, കഷ്ടതയ്ക്ക് വലിയൊരു ഉദ്ദേശമുണ്ട്. കഷ്ടതയ്ക്ക് ഹല്ലേലൂയ ഈ ദിവസങ്ങളായി മെയിൻ ലൈൻ ക്രിസ്ത്യൻസ് ആണെങ്കിൽ യേശു കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വളരെ അവർ ജാഗ്രതരാണ്. അത് കഴിഞ്ഞ പിന്നെ അവർക്ക് തോന്നുന്ന വഴി അതിന്റെ തന്നെ അവരിപ്പോൾ യേശു കർത്താവിന്റെ വലിയ കർശനാനുഭവങ്ങളെ കുറിച്ച് നമ്മുടെ ഒരു സമയത്ത് അങ്ങനെ ചെയ്തവരാണ്. ഹല്ലേലൂയ. പിന്നെ കർത്താവിന്റെ ശേഷാസം പറഞ്ഞ പ്രകാരം ഈ കർത്താവ് നമ്മെ കാലങ്ങളായി വിളിച്ചു വേർതിരിച്ചു. ഒരിക്കലായി നമ്മുടെ മനസ്സിൽ ജനിച്ചത് കൊണ്ട് അവൻ ഒരിക്കലും മരിക്കുകയില്ല. അവൻ ഇന്ന് നമുക്ക് വേണ്ടി ജീവനുള്ള ദൈവമായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമക്കൾക്കായി അപ്രകാരം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വാക്ക് കൂടെ വായിക്കാം. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2 2-ാം അധ്യായം
അതിന്റെ 11-12 വാക്യമായി. നാം അവരോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, ആ. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. യെസ്. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പൗലോസിന്റെ വലിയൊരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. അതിന്റെ മേലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ താൻ ചങ്ങലയിലും വളരെ ചങ്ങലയിലും പീഡനത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന സമയത്താണ് പൗലോസ് പ്രകാരം പറയുന്നുവെങ്കിൽ നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. ഈ കഷ്ടാനുഭവങ്ങളെ പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ കഷ്ടാനുഭവം കൂടെ അതിൽ നിന്ന് ഊരിത്തിരിഞ്ഞതായ അനുഭവത്തോടു കൂടെ ഇവിടെ പറയുകയാണ്. നാം സഹിക്കുന്നുവെങ്കിൽ നാം അവനോട് കൂടെ മരിക്കുന്നുവെങ്കിൽ കൂടെ ജീവിക്കും. ഹല്ലേലൂയ. സഹിക്കുന്നുവെങ്കിൽ നാം കൂടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും ദൈവമക്കളെ ഹല്ലേലൂയ സഹിക്കുന്നുവെങ്കിൽ നാം ചില സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ മനസ്സിലാക്കുക, നാം അവനോട് കൂടെ വാഴും. പ്രൈസ് ദി ലോർഡ്. ഈ കഷ്ടതയ്ക്ക് നമ്മെ നശിപ്പിക്കുവാൻ കഴിയില്ല. ഈ കഷ്ടതകൾ വരുമ്പോൾ നാം നശിച്ചു പോകരുത്. ബലഹീനരായി തീരുമെങ്കിൽ തന്നെ നമ്മെ നശിപ്പിക്കാൻ നോക്കുന്നത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പലവിധമായ കഷ്ടതകളും കൂടെ നമ്മെ കടത്തിവിടും. എന്നാൽ സഹിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? സഹിക്കുന്നുവെങ്കിൽ നാം അവനോട് കൂടെ വാഴും. ഹല്ലേലൂയ. വളരെ പ്രത്യാശയുള്ളവരായി മനസ്സിലായിരിക്കാം. നമ്മെ നശിപ്പിക്കുവാനായിട്ടല്ല, നമ്മെ അവനോട് കൂടെ വാഴുന്ന ഒരു ദിവസമുണ്ട്. ആ പ്രത്യാശയുള്ളവർക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്രകാരം വലിയ പ്രത്യാശയുള്ളവരായി നാം ഈ ലോകത്ത് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, നമ്മെ അതിനായി തന്നെ നമ്മെ ഒരുക്കട്ടെ, അതിനായി ദൈവം നമ്മെ പണിയട്ടെ എന്ന് ഹല്ലേലൂയ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ 2012 എന്റെ ജീവിതത്തിൽ വന്നത് വലിയൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു. 2012 ജൂൺ മാസം 23-ാം തീയതി ഞങ്ങളുടെ അന്ന് ആസാമിന്റെ പ്രദേശത്ത് കാർബി ട്രൈബ്സിന്റെ ഇടയ്ക്ക് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് എനിക്ക് പിന്നെയും ഒരു വലിയൊരു ക്രൈസിസ് കൂടെ കടന്നു പോകാനിടയായിരുന്നു. അത് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് പാസ്റ്റർ പൊന്നച്ചൻ ജോർജ് കിഡ്നാപ്പിംഗ് നാസ എന്ന് അടിച്ചു നോക്കണം. പാസ്റ്റർ പൊന്നച്ചൻ ജോർജ് കിഡ്നാപ്പിംഗ് നാസ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എന്റെ ഒത്തിരി സ്റ്റോറീസ് അവിടെയുണ്ട്. ഞാൻ 2012 ഒരു തീവ്രവാദികൾ എന്നെ പിടിച്ചോണ്ട് പോയതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്നെ പിടിച്ച് അവരുടെ കൂടെ വനാന്തരങ്ങളിൽ കൊണ്ടുപോയിട്ട് ഏതാണ്ട് 7 ദിവസത്തോളം ഞാൻ വനാന്തരങ്ങളിൽ അവരുടെ കൂടെ ആയിരിക്കാനിടയായി. പലപ്പോഴും ഞങ്ങൾ ഈ ഏരിയയിലേക്ക് പ്രവർത്തിക്കുന്ന സമയത്ത് ഉത്തരവാദികളുടെ ഇടയ്ക്കാണ് അന്ന് ഞങ്ങൾ ആയിരുന്നത്. ആ സമയത്തൊക്കെ അവരുടേതായ ആറ്റിറ്റ്യൂഡ് എന്താ, അവരെന്തുകൊണ്ട് നമ്മളെ പിടിച്ചോണ്ട് പോകുന്നു, എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം ഈ അവിടെ ആസാമിൽ വന്നിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ. നോർത്ത് ഈസ്റ്റ് അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നോർത്ത് ഈസ്റ്റിലുള്ള ഓരോ ട്രൈബ്സിനും ഓരോ ഈ തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഞാനായിരിക്കുന്ന ബോഡോസിന്റെ അടിക്കും തീവ്രവാദി ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവർ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയും ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയും അവർക്ക് അത് വലിയ ആൾക്കാരുടെ ജീവന് വലിയ മൂല്യമൊന്നും കൊടുക്കുന്നവരല്ല. അവരൊക്കെ ആണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അല്പം പൈസ കിട്ടിയാൽ അവരെ വിട്ടു കൊടുക്കുക, അങ്ങനെ പിടിച്ചോണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആസാമിലായിരുന്ന സമയത്ത് 2012 ജൂൺ മാസം 23-ാം തീയതി എന്നെ കുറച്ച് ഉഗ്രവാദികൾ കൂടി എന്റെ റൂമിൽ തന്നെ പിടിച്ചോണ്ട് പോയത്. ഞാൻ എന്റെ ഭവനത്തിലായിരുന്നു. അന്ന് ഞാനായിരുന്ന സ്ഥലം കാർമ്യകുളം പറഞ്ഞ സ്ഥലത്ത് ഡിപ്പു എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഞങ്ങളുടെ പ്രവർത്തനം വളരെ ശിഷ്ടമായി വളരെ തീഷ്ണതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് എനിക്ക് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ പ്രകാരം ചിന്തിക്കുവാനിടയായി. ദൈവമേ എന്താണത് സംഭവിക്കുന്നത്, ദൈവമേ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒത്തിരി പ്രയാസപ്പെടുവാനിടയായി. അന്ന് എന്റെ വൈഫാണ് നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ ഈ തീവ്രവാദിന്റെ പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആസാമിലെ സ്കൂളുകളൊക്കെ മിക്കവാറും ബന്ധാണ്. 100 മണിക്കൂർ ബന്ദ്, 1 വീക്ക് ബന്ദ്, അങ്ങനെ ചിലപ്പം ഈ ഇൻഡെഫിനിറ്റ് ബന്ധൊക്കെ വരും. അത് എന്നെ ഓപ്പൺ ചെയ്യുന്ന അവർക്ക് തന്നെ പറയാനൊക്കെ. അതുകൊണ്ട് പിള്ളേരുടെ പഠിത്തമൊക്കെ വളരെ ഡിസ്റ്റർബൻസ് ആയിരുന്നു, വളരെ പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ നാട്ടിൽ വിട്ടായിരുന്നു. കുറച്ച് നാളത്തേക്ക് നാട്ടിൽ പോയി പഠിക്കുന്ന സമയത്ത് എന്റെ വൈഫ് നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി. ആ സമയത്താണ് എന്നെ 2012 ജൂലൈ മാസം 23-ാം തീയതി എന്നെ ഈ ഉഗ്രവാദികൾ പിടിച്ചോണ്ട് പോകുന്നത്. ഞങ്ങളന്ന് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ എന്റെ റൂമിലേക്ക് കടന്നു വന്ന് 2 പേര് കടന്നു വന്നിട്ട് പറഞ്ഞു, ഫാദർ നിങ്ങളെ കാണാൻ 2 പേര് വെളിയിൽ വന്ന് നിൽക്കൊണ്ട് നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി വരിക, നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് പറയാനിടയായി. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ എന്റെ റൂമിലേക്ക് കടന്നു വന്നാൽ റൂമിനകത്ത് സംസാരിക്കാൻ പറയാനിടയായി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സഹോദരന്മാരെ വെളിയിൽ പോയി അവരെ വിളിച്ചോണ്ട് വന്നിട്ട് ആ കൂട്ടത്തിൽ വന്ന ഒരു വ്യക്തി എന്റെ നേരെ തോക്കെടുത്ത് ചൂണ്ടിട്ട് പറഞ്ഞു, ഫാദർ നിങ്ങളെ ഇപ്പൊ ഞങ്ങൾ വെടിവെക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇപ്പൊ വെടിവെക്കുന്നു പറയും.
ഒരു തോക്കെടുത്ത് ഒരു വ്യക്തി എന്റെ മുമ്പിൽ ചൂണ്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വെടിവെക്കും. അപ്പം ഞാൻ അങ്ങനെ അവർ രണ്ടുപേരും വന്ന് എന്നെ പിടിച്ചുകൊണ്ട് അവർ വനത്തിലേക്ക് കൊണ്ടുപോകാനിടയായി. അവർ വണ്ടിയിൽ കയറ്റി എന്നെ ഒരു വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോകാനിടയായി. ആ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയത്തൊക്കെ അവിടെയുള്ള മറ്റു പല ചർച്ചിലെ പാസ്റ്റേഴ്സും ഫാദേഴ്സൊക്കെ എന്നോട് പറയാറുണ്ട്, ഫാദർ നിങ്ങൾ അവിടെ ആയിരിക്കുന്ന സൂക്ഷിക്കണം, ഇങ്ങനെ വലിയ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ സൂക്ഷിച്ചുമാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുവാനെന്ന് പറയുവാനിടയായി. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്തൊക്കെ എനിക്കറിയാം പലരെ പിടിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. അവര് പൈസ കൊടുത്തില്ലേ, അതായത് പൈസയ്ക്ക് വേണ്ടി ചില ഗ്രൂപ്പുകാർ പൈസയ്ക്ക് വേണ്ടിയാണ് പിടിച്ചോണ്ട് പോകുന്നത്. ആൾക്കാരെ പിടിച്ചോണ്ട് പോകും, പിടിച്ചോണ്ട് പോയി പൈസ കൊടുത്തില്ലേ 3 തന്നെ അവരെ വെടിവെച്ച് കൊല്ലും. 3 അവർ വെടിവെച്ച് കൊല്ലും. അതാണ് നോർമലി അവർ ചെയ്യുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ അവരെ 3 അവർ പോയി അവരുടെ അങ്ങനെയുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അവര് എന്നെ പിടിച്ചോണ്ട് പോയ സമയത്തും അങ്ങനെ അവര് ഒരു ലെറ്റർ ഞങ്ങളുടെ ഒരു ഓഫീസിലുള്ള വ്യക്തിയിലേക്ക് കൊടുത്തിട്ട് പറയുന്ന 60 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം, ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വനാന്തരത്തിൽ പിടിച്ചോണ്ട് പോയിട്ട് വനത്തിനകത്ത് എന്നപ്പോഴുണ്ടല്ലോ ആസാം നാഗാലാൻഡ് ബോർഡറിൽ ഒത്തിരി വനമുണ്ട്, അവിടെ ഒത്തിരി വന്യമൃഗങ്ങളുണ്ട്. അപ്പൊ ഈ വനത്തിന്റെ അകത്ത് ചെന്നിട്ട് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇവിടെ ഞാൻ നിന്ന് തീരും എന്ന് ഞാൻ ചിന്തിക്കാൻ ഇടയായി. കർത്താവ് ഇതെന്താണ് സംഭവിക്കുന്നത്? നിന്റെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഈസ്റ്റ് കടന്നു വന്നു. കർത്താവ് എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ വളരെ ക്ഷീണിതനായി, വളരെ ദുഃഖത്തിനായി ആയിത്തീരുവാനിടയായി. അവരുടെ വണ്ടിയിൽ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ വളരെ പേടിച്ച് പ്രയാസപ്പെട്ട് വണ്ടിയിൽ ഇറങ്ങി. എന്നിട്ട് അവരോട് പറഞ്ഞു 60 ലക്ഷം രൂപ തരണം പാസ്റ്റേ, ഫാദറിനെ ഞങ്ങൾ പിടിച്ചിരിക്കുകയാണ്, ഇല്ലെങ്കിൽ 60 ലക്ഷം രൂപ തരണം എന്ന് പറയാനിടയായി. എന്നിട്ട് രണ്ടുപേരും കൂടി എന്നെ പിടിച്ച് വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോയി ഏതാണ്ട് 1.5-2 മണിക്കൂറോളം വനാന്തരത്തിൽ കൂടെ നടത്തി ഒരു കുടിലിൽ കൊണ്ട് എന്നെ ഏൽപ്പിട്ട് പറഞ്ഞു, ഹല്ലേലൂയ പാസ്റ്റേ, ഫാദറെ വിതിൻ 3 days 3 ദിവസത്തിനകം തന്നില്ലെങ്കിൽ ഫാദർ ഞങ്ങൾ ഇവിടെ വിടത്തില്ല, ഞങ്ങൾ വെടിവെച്ച് കൊല്ലുമെന്ന് പറയാനേ. അവൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എന്നാൽ ദൈവമക്കളെ പറയട്ടെ, ഇന്ന് പലക്കാലം നിങ്ങളുടെ മധ്യ സന്ധ്യാസമയം നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നത് അനേകരുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. സഹിക്കുന്നവന് കൂടെ വാഴും. ഹല്ലേലൂയ. ഈ വെടിവെക്കുന്ന ദൈവത്തെ ഞങ്ങളുടെ മുഖാമുഖമായി ഞാൻ കണ്ടതാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളും അത് അൽപ്രകാരം അനുഭവമുള്ളവരാണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അനുഭവമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്ത് നമുക്ക് കഷ്ടമുണ്ട്, ഈ ലോകത്ത് നമുക്ക് പ്രയാസമുണ്ട്, ഈ ലോകം നമ്മെ പകയ്ക്കും, നമ്മെ കുടിക്കും, നമ്മെ കൊല്ലുവാൻ നോക്കുമെന്നാൽ ഹല്ലേലൂയ അതിന്റെ മധ്യയിൽ നമ്മെ ഉറപ്പിക്കുന്ന, ധൈര്യം നൽകുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവിക പ്രവൃത്തിക്കായി, ദൈവിക ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഏതാണ്ട് ദൈവമക്കളെ 7 ദിവസത്തോളം ഞാൻ അവരുടെ കൂടെ ആ വനാന്തരങ്ങളായിരിക്കാനിടയായി. 7 ദിവസത്തോളം. നോർമലി അവരാണെങ്കിൽ ഒരു വ്യക്തിയെ പിടിച്ചോണ്ട് പോയാൽ 3 ദിവസത്തിനകം അവരത് ഫൈനലൈസ് ചെയ്യും, അവരത് സ്ക്രൂട്ടനൈസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും പൈസ കൊടുക്കുക, ഇല്ലെങ്കിൽ അവരെ പൈസ കൊടുത്ത് അവരെ വിട്ടയക്കും, ഇല്ലെങ്കിൽ വെടിവെച്ച് കൊന്ന് അവർ കൊള്ളുക എന്നുള്ളതാണ് അവരുടെ ഏക ലക്ഷ്യം. ആ സ്ഥാനത്ത് ദൈവം 7 ദിവസത്തോളം അവരുടെ കൂടെ വനത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടിരുത്തുമായിരുന്നു. ഓരോ ദിവസവും ആ 7 ദിവസം എന്ന് പറയുന്നത് ഏതാണ്ട് 7 വർഷത്തെ അനുഭവമാണ് എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഓർക്കുവാനിടയായി പത്മോസ്തീവനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ അതേ പ്രകാരം പത്മോസ്തീവനായിരുന്നുവോ, താൻ ഒറ്റയ്ക്കും പ്രതികൂല സാഹചര്യം ആയിരുന്നുവോ, അതപ്രകാരമായിരുന്നുവോ, അതുപോലെ ആ വനാന്തരങ്ങളിലായിരിക്കാനിടയായി. ആ വനാന്തരങ്ങളുടെ മധ്യയിൽ വിടിവെക്കുന്ന ഒരു ദൈവത്തിന്റെ കരം എനിക്ക് അനുഭവിച്ചറിയുവാനിടയായി. ഓരോ ദിവസവും അവരെ എന്റെ നേരെ തുറക്കെടുത്ത് ചൂണ്ടിട്ട് പറയുമായിരുന്നു, നാളെ 6 മണിക്ക് നിങ്ങളെ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും, നാളെ 6 മണിക്ക് നിങ്ങളെ ഞങ്ങൾ ഇവിടെ കൊല്ലുമെന്ന് പറയുവാനിടയായി. നിങ്ങളുടെ ആൾക്കാർ പൈസ തന്നില്ലെങ്കിൽ എന്ന് ഡെയിലി അത് പറയുമായിരുന്നു. അതെന്റെ ജീവിതത്തിൽ വളരെ പ്രയാസമുണ്ടായി, എന്നെ തളർത്തി, എന്നെ പകുതി മരിച്ചൊരു വ്യക്തിയായിട്ടാണ് ഈ 7 ദിവസം അവിടെ ആയിരിക്കാനിടയായത്. അവർ തോട്ടിൽ നിന്നുള്ള വെള്ളം കോരിക്കൊണ്ട് വരുമായിരുന്നു. പലപ്പോഴും ഈ അവിടേക്കാണെങ്കിൽ അവിടെയുള്ളവരാണ് ബാമ്പുവിന്റെ കിളിപ്പ്, അതായത് മുളയുടെ കിളിപ്പ് അവരെടുത്തിട്ട് കരിയൊക്കെ വെച്ച് കഴിക്കുന്നു. അതാണ് എനിക്ക് ആഹാരമായി തന്നത്. മുളയുടെ കിളിപ്പ് അവരെടുത്തിട്ട് പുഴുങ്ങി എനിക്കൊണ്ട് തരുമായിരുന്നു. ഇത് മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് എന്താ കഴിക്കുന്നത്? അല്ലെങ്കിൽ ഞാനൊന്നും കഴിക്കാതെ മകളെ വളരെ അർത്ഥപ്രാണനായിട്ട്, വളരെ ചിന്താകുലനായിട്ട്, വളരെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മറക്കാത്ത അനുഭവമാണ്. ഹല്ലേലൂയ. അന്ന് ഞാൻ വൈഫൊക്കെ നാട്ടായിരുന്നു, വൈഫെന്നെ എപ്പോഴും എന്ന് വിളിക്കുമായിരുന്നു, ഞങ്ങൾ എന്ന് സംസാരിക്കുമായിരുന്നു. എന്നാൽ ഈ എന്നെ പിടിച്ചോണ്ട് പോയതിനു ശേഷം 3 ദിവസത്തോളം അത് എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. എന്ത് സംഭവിച്ചത് വൈഫിന് നോർത്ത് ഈസ്റ്റിലെ സിറ്റുവേഷനൊക്കെ അറിയാം എങ്ങനെയാണെന്ന്. അവൾ ഏതാണ്ട് അച്ചായനെ സംഭവിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പല ദൈവദാസന്മാരെ വിളിക്കുവാനിടയായി. ഓരോ പല ദൈവദാസന്മാരെ വിളിച്ചപ്പോഴും ആരും ഫോൺ എടുക്കുന്നില്ല. കാരണം ഫോൺ എടുത്തിട്ട് എന്താ പറയുക?
എന്നുള്ള ചിന്തയിൽ അവർ വളരെ പ്രയാസത്തിലായി. ഈ ദേവദാസന്മാരോട് എല്ലാവരും എന്നെ ഹല്ലേലൂയ ഈ പിടിച്ചോണ്ട് പോയ ആരാണ്, എവിടെയാണെന്ന് അവർ ഡെയിലി അവരെന്നെ എന്നെ സെർച്ച് ചെയ്യുവാൻ വനാന്തരങ്ങളിലെ വില്ലേജുകളിലെ അവർക്കറിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി അവർ നോക്കുവാൻ ഇടയായി. അങ്ങനെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞിട്ടും ആർക്കും ഞാൻ എവിടെയാണെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ പറയുവാനിടയായി, നമ്മുടെ പാസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല എന്ന് പറയുവാനിടയായി. അവർ തന്നെ സംശയം ഉണ്ടാകുവാനിടയായി. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ ഒരു സ്ഥലത്ത് അയക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നാം ആയിരിക്കുന്ന ഏത് സ്ഥലത്തിലായിരുന്നാലും അവിടെ നമ്മെ വെടിവെക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതെനിക്ക് മനസ്സിലാക്കുവാനിടയായി. ആ ദിവസങ്ങളിൽ എനിക്കത് മനസ്സിലാക്കുവാനിടയായി. നമ്മെ വെടിവെക്കുന്ന ആ ദൈവം നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ നെടുവീർപ്പിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഹല്ലേലൂയ അതിന്റെ മധ്യ ഇറങ്ങി വന്നത് വെടിവെക്കുന്ന ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ എനിക്ക് അവിടെ മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ ഏതാണ്ട് 6-7 ദിവസം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ ശാരീരികമായി വളരെ ക്ഷീണിതനായി, ശാരീരികമായി ഒത്തിരി ക്ഷീണിതനായി. ഞാൻ എന്നെ തന്നെ മരണത്തിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി തീർന്നു. പൗലോസ് പറയുന്നവർ, എനിക്ക് ജീവിക്കുന്നവൻ ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഹല്ലേലൂയ. കർത്താവേ, ഇനി ജീവിതമുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടി അഥവാ ഞാൻ ഈ സ്ഥലത്ത് വന്ന് ഇപ്രകാരം മരിക്കാനാണ് കർത്താവേ നിന്റെ പ്രാണെങ്കിൽ കർത്താവേ അതിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുവാനിടയായി. അങ്ങനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 6-ാമത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ദൈവമക്കളെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലും ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിയാൽ അവിടെ ഒത്തിരി ആ ഇൻസിഡന്റിനെ കുറിച്ചുള്ള എന്റെ അനുഭവം ഒത്തിരി അത് കാണുവാനിടയായി തീരും. ഒത്തിരി എനിക്ക് പറയുവാനുണ്ട്. ഒത്തിരി എന്റെ ജീവിതത്തിലെ അനുഭവം, കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖങ്ങളും വന്നപ്പോൾ എപ്രകാരമാണ് വെടിവെക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ ഹല്ലേലൂയ അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇതൊരു കെട്ടുകഥയല്ല, ഞാൻ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. സ്തോത്രം. 7 ദിവസം വരെ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ വളരെ ക്ഷീണിതനായി. 6-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ വളരെ ക്ഷീണിതനായി. കാരണം അവർ ഓരോ ദിവസം എന്നെ വനത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടിരുത്തുമായിരുന്നു. അവർ മാറ്റിക്കൊണ്ടിരുത്തുമായിരുന്നു. പലപ്പോഴും എന്റെ കണ്ണു കെട്ടി വെക്കുമായിരുന്നു. പലപ്പോഴും എന്റെ കൈ രണ്ടും അത് മരത്തിന്റെ മൂട്ടിലിരുത്തിയിട്ട് പുറകോട്ടെ കൈ രണ്ടും കെട്ടിവെക്കുമായിരുന്നു. അങ്ങനെ എന്റെ ശാരീരികമായി മാനസികമായി എല്ലാം വളരെ ക്ഷീണിതനായി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയാനിടയായി. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആ സമയം കടന്നു വന്നെങ്കിൽ, കർത്താവ്, ഇനി എനിക്ക് മരിക്കുന്നതായിരിക്കും നല്ലത്, നിന്റെ ഹിതമാണെങ്കിൽ അത് നിറവേറട്ടെ എന്ന് പറഞ്ഞ 6-ാമത്തെ ദിവസം രാവിലെ എണീച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മാവ് അവിടെ പ്രവർത്തിക്കുവാനിടയായി. ദൈവാത്മാവ് ഇടപെടുവാനിടയായി. അങ്ങനെ ഹല്ലേലൂയ ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്നോട് ഇങ്ങനെ ചില അനുഭവങ്ങള് ദൈവഭക്തന്മാര് കർത്താവിന്റെ ദൈവിക വചനത്തിൽ പറയുന്ന ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോൾ ഇടുന്നതിന് മുൻപേ അവിടെ ഇറങ്ങി ദാനിയേലിനെ സിംഹങ്ങളുടെ വായി മൂടിയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം. ഹല്ലേലൂയ. അവനെ കൊന്നുകളയാ, അവനെ സിംഹങ്ങളുടെ മുമ്പിൽ ഇട്ടതിന് മുൻപേ അവൻ മുമ്പേ അവിടെ ഇറങ്ങി അവന്റെ ഹല്ലേലൂയ സിംഹങ്ങളുടെ വായി മൂടിയ കർത്താവ്. ഹല്ലേലൂയ. സദ്രക്ക് മേശക്ക് അബേദ്നെഗോ വന്ന സഹോദരങ്ങളെ തീയിലിട്ടപ്പോൾ 4-ാമനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ വനാന്തരങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ അതിന് മതി ഇടങ്ങി വന്ന് വരുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. ആ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെ എന്റെ കൂടെ എപ്പോഴും 3 പേരുണ്ടായിരുന്നു. 3 പേരിൽ ഒരുത്തർ എപ്പോഴും ഒരു തോക്കും കൊണ്ടാണ് കണ്ടെടുത്തിരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും അവർ എന്ത് ചെയ്യാൻ കഴിയും? ആരോട് ചോദിക്കാൻ, അവരോട് പറയാനാണ്. അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുവാൻ കഴിയുമായിരുന്നു അവർക്ക്? അല്ലെങ്കിൽ ഓരോ ദിവസം പറയുമായിരുന്നു, നിങ്ങൾ നാളെ 6 മണിക്ക് നിങ്ങൾ വെടിവെച്ച് കൊല്ലും, നാളെ 6 മണിക്ക് വെടിവെച്ച് കൊല്ലും. അങ്ങനെ എന്നോട് പറഞ്ഞ് എന്റെ മനസ്സിനെ ഒത്തിരി അവർ ടോർച്ചർ ചെയ്യുവാനിടയായി. അങ്ങനെ അവരുടെ സമയത്ത് ആ രാവിലെ സമയം 6-ാമത്തെ ദിവസം രാവിലെ സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ, ഫാദറെ, ഇനി കരയണ്ട, റോനാനെ അപ്പോ നെയ് മാറേണ്ട, അപ്പോ നിങ്ങളെ ഞങ്ങൾ കൊല്ലത്തില്ല എന്ന് പറയുവാനിടയായി. നിങ്ങൾ അന്ന് വരെ കൊല്ലും എന്ന് പറഞ്ഞ വ്യക്തിയുടെ വായിൽ നിന്ന് നിന്നെ കൊല്ലത്തില്ലെന്ന് പറയണമെങ്കിൽ അവനെ കൊണ്ട് പറയിച്ചതല്ല, അവനെ കൊണ്ട് പറയിക്കുന്ന ദൈവത്തിന്റെ വലിയ വലിയ സാന്നിധ്യം ഇറങ്ങി ആ വനങ്ങളില് ആ വനാന്തരങ്ങളിലായപ്പോ അവിടെ ഇറങ്ങി വന്ന് അവനെ കൊണ്ട് പറയിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളില് ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ അത് പ്രതികൂല സാഹചര്യങ്ങളിൽ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അനുകൂലമായി തീർക്കുന്ന വ്യവസ്ഥകളെ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കാലം വളരെ പ്രത്യാശയുള്ളവരായി നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ഈ സന്ധ്യാസമയം നിങ്ങളുടെ മധ്യേ നീക്കുന്നത് അനേകരുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥനയാൽ മാത്രമാണ്, അനേകരുടെ പ്രാർത്ഥനയാലാണ് ദൈവം അവിടെ ഞാൻ അടിയെ വെടിവെച്ചത്. ഹല്ലേലൂയ. അങ്ങനെ 7-ാമത്തെ ദിവസം വെളുപ്പിന് രാത്രി 1 മണി ആയപ്പോൾ ഒരു സഹോദരൻ 2-3 സഹോദരന്മാർ
ദൂതന്മാർ ഒരുമിച്ച് കടന്നു വന്ന് എന്നെ ഒരു മൊബൈലിന്റെ ടോർച്ച് എന്നെ കാണിച്ചു തന്നിട്ട് അല്ലെ അവർ തന്നെ പിടിച്ച് അവർ ഞങ്ങളുടെ അല്ലെങ്കിൽ ഒരു മെയിൻ റോഡിന്റെ സഞ്ചി കൊണ്ടുവരുവാനിടയായി. ഏതാണ്ട് 1.5-2 മണിക്കൂറോളം മനത്തിൽ കൂടെ നടന്ന് അവരെന്നെ അവിടെ കൊണ്ടുവിടുവാനിടയായി. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവം നമ്മളെ ഒരിക്കലും ഈ ലോകത്തില് ദുഷ്ടന്മാരുടെ മധ്യം നമ്മെ നശിച്ചു പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് കഷ്ടതയുടെ അവസ്ഥകളിലും ഹല്ലേലൂയ നമ്മെ ബലപ്പെടുത്തി നമ്മെ ശക്തീകരിക്കുന്ന നമുക്ക് ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മെ ദിവസങ്ങളായി ആശ്രയിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും എന്റെ ഈ ജീവിതാനുഭവം ഹല്ലേലൂയ നമുക്ക് വരുന്ന കഷ്ടതകൾ നമ്മെ നശിപ്പിക്കുവാനല്ല. കഷ്ടതയിൽ നാം സഹിക്കുന്നുവെങ്കിൽ നാം അവനോട് കൂടെ നാം അവനോട് കൂടെ വാഴുന്ന ആ ദിനം എത്രയും ദൂരമല്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട് അവനോട് കൂടെ വാഴുന്ന ആ ദിനം എത്രയും വേഗം എത്രയും ആ സമയങ്ങൾ എത്രയും ആസന്നമായിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് കൂടെ വായിച്ച് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ ഹീബ്രൂസ് ചാപ്റ്റർ 12 വായിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-11 വാക്യം. ഹീബ്രൂ ചാപ്റ്റർ 12 വേഴ്സ്. Praise the Lord. Hallelujah. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ. Praise the Lord. ചില ശിക്ഷകള് ചില പ്രതികൂലങ്ങളിൽ നമ്മെ ചില ബാലശിക്ഷയിൽ കൂടെ നമ്മെ നടത്തുവാനായിട്ടാണ്. ഹല്ലേലൂയ. സോ കഷ്ടതയ്ക്ക് ഒരു പ്രതിഫലമുണ്ട്. കഷ്ടം അനുഭവിച്ചതിന് ഒരു പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാനിടയായി തീരും. എന്റെ നാമനിമിത്തം നിങ്ങൾ കഷ്ടം അനുഭവിച്ചത് ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിങ്ങൾ നിന്ന് സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുകയാണ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നുവെങ്കിലോ ലജ്ജിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ സേവിക്കുന്നവർക്ക് ഹല്ലേലൂയ അത്ര അനുകൂലമുള്ള സ്ഥലമല്ല ഈ ലോകം. ഹല്ലേലൂയ. നമുക്ക് പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ പ്രതികൂലത്തിൽ നമ്മൾ തളർന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതെപ്പോഴും നാം മനസ്സിലാക്കണം. പ്രതികൂലങ്ങളിൽ നമുക്ക് വേണ്ടി ഇടപെടുന്നവൻ, പ്രതികൂലങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അനേക ദൈവദാസന്മാരെ വിടുവിച്ച ഹല്ലേലൂയ അവരുടെ ജീവനെയും അവരെ ഭീഷണിപ്പെടുത്തിയ ആ സ്ഥാനത്ത് നോക്കുകയും വിടുവിച്ച ദൈവത്തിന്റെ വചനമാണ്, സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ആ സാന്നിധ്യം ഇന്ന് നാം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത അനുഭവങ്ങളുള്ള കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. നാം ചിന്തിക്കുന്ന നിലയുള്ള പ്രശ്നങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നാം ചിന്തിക്കുന്ന അപ്പുറമായിട്ടുള്ള ബലഹീനതകളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. പ്രതികൂലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എന്നാൽ ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്. ഏത് പ്രതികൂലത്തെയും അതിജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ അല്ലെങ്കിൽ ഉപസ്ഥിതി ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ ദിവസം അത് അനുഭവിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രതിയോഗി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവൻ ഉണ്ടാക്കുന്ന പ്രതിയോഗി ഉണ്ടാക്കുന്ന ഓരോ വിനകളും എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറമാണ്. അതിനുശേഷമായിട്ടാണ് പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ അവൻ യഥാസ്ഥാനപ്പെടുത്തും, അവൻ ശക്തീകരിക്കും. ഉറപ്പിച്ച് നമ്മെ ശക്തീകരിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ ദിവസങ്ങളായി നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തിന്റെ ആ ദൈവകൃപയിൽ നാം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഏകലോക ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ അനുഭവ സാക്ഷ്യവും അതിനോട് ചേർന്ന് പറഞ്ഞ ഈ ചെറിയ ആലോചന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.